ദേശീയപാത നിർമ്മാണത്തിൽ നടക്കുന്നത് വ്യാപകമായ അഴിമതിയാണെന്നും ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടരുതെന്നും കെ.സി. വേണുഗോപാൽ എം.പി. കൂരിയാട് ദേശീയപാത തകർന്നപ്പോൾ അവിടുത്തെ നിർമ്മാണ കമ്പനിയെ ഒഴിവാക്കി. അതുപോലെ അരൂർ തുറവൂർ ഭാഗത്തെ നിർമ്മാണം നടക്കുന്ന കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണം. ഗതാഗത നിയന്ത്രണം സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അപകട സാധ്യതാ മേഖലയിൽ വാഹനം കടത്തിവിടാൻ ആരാണ് അനുമതി നൽകിയതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും വേണുഗോപാൽ പറഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിൽ നടക്കുന്നത് വ്യാപകമായ അഴിമതിയാണെന്നും ജനങ്ങളുടെ ജീവനെടുത്ത് പന്താടരുതെന്നും കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. കൂരിയാട് ദേശീയപാത തകർന്നപ്പോൾ അവിടുത്തെ നിർമ്മാണ കമ്പനിയെ ഒഴിവാക്കി. അതുപോലെ തന്നെ അരൂർ തുറവൂർ ഭാഗത്തെ നിർമ്മാണം നടത്തുന്ന കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണം. നിരവധി തവണ നിർദ്ദേശം നൽകിയിട്ടും സുരക്ഷയൊരുക്കാത്ത കമ്പനിയെ എന്തിനാണ് വാഴിക്കുന്നത്? എങ്ങനെയും പണി തീർത്ത് സാമ്പത്തിക ലാഭം എടുക്കുക എന്നത് മാത്രമാണ് കരാർ കമ്പനിയുടെ ലക്ഷ്യം. ഗർഡർ സ്ഥാപിക്കുന്നത് പോലെയുള്ള അപകടകരമായ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അത് നിരീക്ഷിക്കാൻ പോലും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇല്ലാത്ത സ്ഥിതിയാണെന്നും കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. ഗതാഗത നിയന്ത്രണം സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അപകട സാധ്യതാ മേഖലയിൽ വാഹനം കടത്തിവിടാൻ ആരാണ് അനുമതി നൽകിയതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും എം.പി. പറഞ്ഞു. സർവീസ് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിനും സുരക്ഷിത യാത്രാ സൗകര്യം ഒരുക്കുന്നതിനും സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും എം.പി. പറഞ്ഞു. സർവീസ് റോഡ് മെച്ചപ്പെടുത്തുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ കാരണമാണ് 40 ജീവനുകൾ നഷ്ടപ്പെട്ടത്. ഇവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്നും എം.പി. പറഞ്ഞു. മാത്രമല്ല, NHA ചെയർമാൻ അടക്കമുള്ള ആളുകൾ എല്ലാ മീറ്റിംഗിലും പറയുന്നത് എന്താണ്? സർവീസ് റോഡ് പക്കയാക്കിയിട്ട് മാത്രമേ കൺസ്ട്രക്ഷൻ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം യാത്രക്കാരുടെ ഗതാഗതം ഉറപ്പുവരുത്തണം. ഇപ്പൊ സർവീസ് റോഡിന്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളെല്ലാം യാത്ര ചെയ്യുന്നവരാണല്ലോ. ഈ സർവീസ് റോഡിൽ 3 മണിക്കൂർ 4 മണിക്കൂർ ഇരിക്കുന്നത് കംപ്ലീറ്റ് കുഴിയാണ്, കംപ്ലീറ്റ് തകരാറിലാണ്. എന്തെങ്കിലും ചെറിയൊരു പാച്ച് വർക്ക് ഇവരടക്കം നടക്കും പരാതി പറയുമ്പോൾ അവരെ 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിലിട്ട് പോകും. ഇത് പക്കയാക്കിയിട്ട് ചെയ്യാൻ BMNSCയിൽ സർവീസ് റോഡ് ചെയ്യാൻ ഇവർക്ക് എന്താ തടസ്സം? 40 ആൾ മരിച്ചിട്ടും ചെയ്തിട്ടില്ല. ഈ ഒരു ഇത്രയും ഗൗരവതരമായ ആലപ്പുഴ ദേശീയപാതയിൽ ഇതുപോലെ ആലപ്പുഴ ബൈപ്പാസുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഇതുപോലെ ഗർഡർ തകർന്നിട്ട് അപകടം ഉണ്ടായി. അന്ന് ഭാഗ്യത്തിന് താഴെ ആരുണ്ടായില്ലാത്തതുകൊണ്ട് ആള് മരിച്ചു. അന്നും നമ്മൾ ഇതുപോലെ വന്ന് ഉദ്യോഗസ്ഥന്മാരെ വന്ന് പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയിട്ട് അവരുടെ ഭാഗത്ത് ആ കുറ്റം ഒന്ന് കണ്ടിട്ട് ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് അവർ അന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ 6 മാസമായിട്ടുള്ളൂ. ഇവിടെയാണ് ഈ ദുരന്തം ഉണ്ടായത്. ഒരു പാവപ്പെട്ടവർ അവരുടെ ജീവൻ പോയി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു വലിയ വണ്ടിയായിരുന്നു വന്നിരുന്നെങ്കിൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു, കുറെ കൂടി ജീവൻ പോകുമായിരുന്നില്ലേ? ഇത്രയും ലാഘവത്തോടു കൂടിയുള്ള ഒരു കൺസ്ട്രക്ഷൻ ഇത് ഇവിടെ നടക്കുന്നു മാത്രമല്ല. അപ്പൊ മന്ത്രി എന്നോട് പറഞ്ഞു ഇക്കാര്യത്തിൽ മന്ത്രി നമ്മൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് മന്ത്രി ഇക്കാര്യത്തിൽ നടപടിയെടുക്കാം. ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് റൈറ്റ്സ് അന്വേഷിക്കും. ഈ അപകടം നടന്നിട്ടാണോ അന്വേഷിക്കേണ്ടത്? സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്. സുരക്ഷയില്ലാതെ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് എങ്ങനെ നടത്താൻ അനുവദിച്ചു? ഈ ചോദ്യത്തിന് ഉത്തരം വേണം. ഈ കമ്പനി എനിക്കറിയാം ദേശീയപാത നിർമ്മാണത്തിൽ മുഴുവൻ നടക്കുന്ന അഴിമതിയാണ്. ഞാനിപ്പോൾ എല്ലാവരും അടച്ചാക്ഷേപിക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളായി ഉന്നയിച്ചത്. കൂരിയാട് സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. അന്നെന്താ ചെയ്തത്? അന്ന് ആ കമ്പനിയോട് ആ വർക്ക് വേണ്ടാന്ന് വെച്ചു. ഇത്തരം കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. ഇത്തരം കമ്പനികളെ ഉത്തരവാദിത്വമില്ലാതെ ജില്ലാ ഭരണകൂടം തന്നെ മുൻകൈയെടുത്ത് വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങളെല്ലാം പങ്കെടുത്തിട്ടും 7 പ്രാവശ്യം ചർച്ച ചെയ്തിട്ടും സുരക്ഷാ കാര്യങ്ങളിൽ ഒരു നടപടിയെടുക്കാത്ത കമ്പനിയെ എന്തിനാ വെച്ച് വാഴിക്കുന്നത്? സംസ്ഥാന സർക്കാരിന്റെ മിണ്ടാത്തത് ഇക്കാര്യത്തിൽ അവർക്ക് ഉത്തരവാദിത്വമില്ലേ? ഈ ട്രാഫിക് നിയന്ത്രണം അവരുടെ കയ്യിലായിരുന്നല്ലോ. എങ്ങനെ ഈ അപകട സമയത്ത് വണ്ടി ഇതുവഴി വിട്ടു? ഇത്രയും ഹെവി വർക്ക് നടക്കുമ്പോൾ പുലർച്ചെ 3 മണിക്ക് അവരിപ്പോ ഒന്നും അറിയില്ല അവരെ നടക്കുകയാണ്. ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ട ആരാണ്? 42 മരണങ്ങൾ അറിയുന്നവരല്ലേ സംസ്ഥാന ഗവൺമെന്റ്. സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായിട്ട് വിവരം ഉണ്ടാവുമല്ലോ. എത്ര പേര് മരിച്ചു ആരെക്കാൾ മുമ്പിൽ അവരല്ലേ അറിയുന്നത്. ഇവിടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് നടപടിയാണ് എടുത്തത്? CDNet ന്യൂസ്, കായംകുളം.